പ്രതികളെ വൈദ്യപരിശോധനയ്ക്കായി ഹാജരാക്കുമ്പോൾ പാലിക്കേണ്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് മാർഗരേഖ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതിന് പ്രകാരം മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ മറ്റോ സ്വാധീനത്തിലോ അല്ലാതെയോ അക്രമാസക്തമാകുന്നവരെ വൈദ്യപരിശോധനയ്ക്കായി ഡോക്ടർമാരുടെയും നിയമ നടപടിക്കായി മജിസ്ട്രേറ്റുമാരുടെയും മുന്നിൽ ഹാജരാക്കുമ്പോൾ വിലങ്ങ് അണിയണമെന്നാണ് പുതിയ മാർഗരേഖയിലെ പ്രധാന നിർദ്ദേശം. 2022 മെയ് 7 പ്രസിദ്ധീകരിച്ച മെഡിക്കോ ലീഗോ പ്രോട്ടോകോളിൽ ഇതു സംബന്ധിച്ച ഭേദഗതി കൊണ്ടുവരും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ പ്രതിയുടെ കുത്തേറ്റ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവം കേരളത്തെ ഞെട്ടിച്ചിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മാർഗരേഖ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംഭവം ഉണ്ടായപ്പോൾ തന്നെ അക്രമാസക്തനായ പ്രതിയെ എന്തുകൊണ്ട് വിലങ്ങണിയിച്ചില്ല എന്നാണ് ആദ്യം ചോദ്യം വന്നത്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ വിലങ്ങണിയാൻ നിയമം അനുവദിക്കില്ല എന്നാണ് പോലീസ് മറുപടി നൽകിയിരുന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയ പുതിയ മാർഗരേഖയിൽ സമഗ്രമായി എല്ലാം വ്യക്തമായി അടങ്ങിയിരിക്കുന്നതാണ്. ഇനി മുതൽ വൈദ്യപരിശോധന നടത്തുമ്പോഴും കസ്റ്റഡിയിലുള്ള പ്രതിയുടെ സമീപത്ത് നിന്ന് പോലീസ് മാറാൻ പാടില്ല. സാധുവായ കാരണങ്ങളില്ലാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മാറാൻ പാടുള്ളൂ. വൈദ്യപരിശോധനയ്ക്കായി മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടാൽ കൈവിലങ്ങ് അഴിച്ചു കൊടുക്കാവുന്നതാണ്. മുതിർന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ അവരുടെ മുൻപിലാണ് പ്രതികളെ ഹാജരാക്കേണ്ടത്. അവരില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ജൂനിയർ ഡോക്ടർമാരെ സമീപിക്കാവൂ. ഓരോ വർഷവും ലഹരി മരുന്നിന്റെ ഉപയോഗവും ഇതു സംബന്ധിച്ച കേസുകളും ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ലഹരി ശീലമാക്കിയ പ്രതികൾ അത് കിട്ടാതെ വരുമ്പോൾ കസ്റ്റഡിയിൽ ഏതു രീതിയിലാണ് പെരുമാറുന്നതെന്ന് മുൻകൂട്ടി പറയാനാവില്ല. ഇത്തരക്കാരിൽ ആക്രമണം കാണിക്കാൻ വളരെ പ്രേരണ കൂടുതലായിരിക്കും. അതിനാൽ ആവശ്യമായ മുൻകരുതലുകളോ സെക്യൂരിറ്റി നടപടികളോ സ്വീകരിക്കാൻ സാധ്യമല്ല. കൊട്ടാരക്കരയിൽ സംഭവിച്ചതും ഇതേ പിഴവ് തന്നെയാണ്. അതിനാൽ ഇനി മുതൽ ഡോക്ടർമാരെ മുൻകൂട്ടി അറിയിച്ച് മാത്രമേ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കാവൂവെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം, മദ്യപിച്ച് വാഹനമോടിക്കൽ, കലാപം, അക്രമാസക്തനാവുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ പ്രതികളെ ഇനി കൂട്ടത്തോടെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കാൻ കഴിയില്ല. കസ്റ്റഡിയിലുള്ള ഒന്നിലധികം പേരെ അത്യാഹിത വിഭാഗത്തിൽ ഹാജരാക്കരുതെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു.